ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ്റെ തൊട്ടരികത്ത് വന്ന് ഇരിക്കട്ടോ മനു. എന്നിട്ട് പറയുന്നത്, അങ്കിളുടെ കടപ്പ് കണ്ടാലറിയാം, അങ്കിളിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അങ്കിളുടെ മനസ്സിൽ തട്ടിയ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, നീ ചോദിച്ചാലും ഞാനൊന്നും പറയില്ലടാ എന്ന് പറയുന്ന സമയത്തിനെ മനു പറഞ്ഞിട്ട്, അതെനിക്ക് മനസ്സിലായി. ആൻറ്റിക്ക് അങ്കിളിനെ ഒന്ന് കാണണമെന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിൻ്റെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, വേണ്ട, അവളുടെ ഒരു സേവനവും ഇവിടെ ആവശ്യമില്ല. അവളോട് ഇപ്പം തന്നെ ഇവിടെ നിന്നും വീട്ടിലേക്ക് പോവാൻ പറ. അവളെന്നല്ല, കൈതക്കൽ മാലകൾ വീട്ടിലെ ഒരാളും ഇനി എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരണ്ട. അപ്പോൾ ഒരു സംശയത്തോടു കൂടെ, അങ്കിളെ ഞാനും എന്ന് ചോദിക്കുന്ന സമയത്തിന്, നിനക്ക് വരാടാന്ന് പറയും. അങ്കിളെ ശരിക്കും അങ്കിളിന് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന്, ഒന്നുമില്ലടാ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അലീന എവിടെയെന്ന് ചോദിക്കും. അന്നേരം അലീന എവിടെ നിന്നും പറഞ്ഞയച്ചു. ആരെന്ന് ചോദിക്കുന്ന സമയത്തിന്, വൈജയന്തി. ആരോട് ചോദിച്ചിട്ട് എന്ന് പറയുന്ന സമയത്തിന് മനു പറഞ്ഞിട്ട്, അതിപ്പോൾ പ്രത്യേകിച്ച് ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു വൈജയന്തി ഇതിങ്ങനെ പുച്ഛത്തോടു കൂടെ തന്നെ വൈജയെപ്പറ്റി ചിന്തിക്കട്ടെ ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചതിന് ശേഷം മനു ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഈ സമയത്ത് വൈജയന്തി എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ തൂണും ചാരി നിൽക്കുമായിരിക്കും. മനുവിനെ കാണുന്ന സമയത്തിന് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞടാ ബാലചന്ദ്രൻ? എനിക്ക് അദ്ദേഹത്തെ കയറി കാണാൻ പറ്റുമോ? എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന്, ഇപ്പം ആരും അകത്തേക്ക് കയറണ്ടെന്നാ പറഞ്ഞത് എന്ന് പറയും മനു. എന്താ കാരണം എന്ന് ചോദിക്കുന്ന സമയത്തിന്, അതൊന്നും അറിയില്ല, എന്തോ അങ്കിളിൻ്റെ ആൻറ്റിയോട് എന്തോ പ്രത്യേകിച്ച് ദേഷ്യമുണ്ട്. എന്തായാലും അകത്തേക്കാരും ചെല്ലണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയാറിക്കട്ടോ മനു. വൈജയന്തിക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. പിന്നീട് കാണിക്കുന്നത്, രോഹിത് ഹോളിൽ വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാണ്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അമ്മയോടുള്ള ദേഷ്യമായിരിക്കട്ടോ. അന്ന് അമ്മ തല്ലിയതിന് ശേഷം ഭക്ഷണമൊന്നും കഴിക്കാതെ നിർത്താതെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഇതും കണ്ടുകൊണ്ട് തന്നെ അലീന വന്ന് പറയുന്നുണ്ട്, ഇവിടെ ഇരിക്ക്, ഭക്ഷണം കഴിക്കുമെന്ന് പറയും. അപ്പോൾ രോഹിത്തിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, നീ എന്നെ ഭക്ഷണം കഴിപ്പിക്കാനൊന്നും നിൽക്കണ്ട, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. എനിക്ക് വേണ്ടിയിട്ട് നീ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, അതെ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്നില്ല, ഇവിടെയുള്ള ഭക്ഷണം മാത്രം വിളമ്പിത്തരാമെന്ന് പറയും. അതെ, നീ വല്ലാതെ എന്നെ അങ്ങ് ഒലത്തണ്ടെന്നുള്ള രീതിയിൽ വളരെ മോശം രീതിയിലായിരിക്കട്ടെ രോഹിത് സംസാരിക്കുന്നത്. അലീന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവരിപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് മക്കൾക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഭക്ഷണമായിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെ പോകും. പിന്നീട് അങ്ങനെ കോളിംഗ് ബെല്ല് കേൾക്കുന്ന സമയത്തിന് അലീന പോയി ഡോർ തുറന്ന് നോക്കുന്ന സമയത്തിന് വൈജയന്തി അവിടെ നിൽക്കുന്നത് കാണും. വൈജയന്തിയുടെ കണ്ണിലൊക്കെ അങ്ങനെ പക ആളിക്കത്തുന്നുണ്ട്. ദേഷ്യത്തോടെ അങ്ങനെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടെ വൈജയന്തി. എന്നാൽ അലീന ആവട്ടെ മൈൻഡ് പോലും ചെയ്യാതെ നേരെ അകത്തേക്ക് കയറി പോകുന്ന സമയത്തിന്, നിൽക്കടെ എവിടെയെന്നൊക്കെ പറഞ്ഞ് വിളിക്കാണ് വൈജയന്തി വന്ന് ചോദിക്കുന്നത്, എടി നീ രോഹിത്തിൻ്റെ കാര്യം ബാലചന്ദ്രനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ലയെന്ന് പറയും. വൈജയന്തി ചോദിക്കുന്നത്, എന്താടി നീ കള്ളം പറയാണോ? അലീന പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് എന്ന് പറയും. ആടി, നിനക്ക് തൻ്റെ ഇടമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായടി എന്ന് പറയുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, അതെ, അതെനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയതാണ്, നിങ്ങളുടെ കൂടെയൊക്കെ ജീവിച്ചിട്ട് എന്ന് പറയും. അന്നേരവും അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വൈജയന്തി ചോദിക്കുന്നത്, നീ പറയാതെ പിന്നെ എങ്ങനെയാടി ബാലചന്ദ്രൻ്റെ മനസ്സ് വിഷമിച്ചിട്ട് ബാലചന്ദ്രൻ്റെ ഇങ്ങനെ ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അലീനയോട് ദേഷ്യപ്പെടും. ബാലചന്ദ്രൻ ഇവിടെ നിന്നും ആരോടും പറയാതെ ഇറങ്ങിപ്പോയതും അതുപോലെ കുറേ അധികം മദ്യപിച്ചതും മനസ്സ് വിഷമിച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതൊക്കെ തിനും കാരണക്കാരി നീ ഒറ്റയൊരുത്തി മാത്രാടി. അതൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ ബാലചന്ദ്രനോട് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അലീനയെ കുറ്റപ്പെടുത്തും. അലീന പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ നന്നായിപ്പോയി, മക്കളെ നല്ല രീതിയിൽ തന്നെ വളർത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അലീന തറുതല പറയുന്ന സമയത്തിന് വൈജയന്തി ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുന്നത്, ആ കാര്യങ്ങളൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, നിന്റെ തള്ള വളർത്തിയതിൻ്റെ കൂടാണ് നീ ഇപ്പം ഇവിടെ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ദേഷ്യപ്പെടുന്ന സമയത്തിന് അലീന പിന്നെ ഒന്നും മിണ്ടാതാവുകയാണ്. അലീന അവിടെ നിന്ന് അങ്ങ് പോകുന്നതോടുകൂടി തന്നെ വൈജയന്തിക്ക് വല്ലാതാവുന്നുണ്ട്. വൈജയന്തി നേരെ മുറിയിലേക്ക് പോകും. എന്നിട്ട് നേരെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോയിട്ട് ചുറ്റും നോക്കുകയാണ്. സംശയം മണക്കുന്ന രീതിയിൽ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ വൈജയന്തിക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവസാനം മൊബൈൽ ഫോൺ എടുത്ത് നോക്കും. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്തിന് അത് നമ്പർ ലോക്കായിരിക്കും. കുറേ അധികം അതിങ്ങനെ ഓൺ ചെയ്യാൻ നോക്കുന്ന സമയത്തിന്, ലോക്ക് തുറക്കാൻ നോക്കുന്ന സമയത്തിന് അതിനൊന്നും പറ്റുന്നില്ല. മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്തിന് അതിൻ്റെ ലോക്ക് തുറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബാലചന്ദ്രന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യമൊന്നും തന്നെ വൈജയന്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അലീന ഏതായാലും മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്ന ഉടനെ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വൈജയന്തി എന്തെങ്കിലും പറഞ്ഞോ മോളെ? അലീന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് പറയാനാ മുത്തശ്ശി, ബാലചന്ദ്രൻ സാറിന് അറ്റാക്ക് വന്നതിൻ്റെ കാരണക്കാരി ഞാനാണെന്നാണ് മാഡം പറയുന്നത്. എന്ത്, നീ കാരണോ? അതിനിപ്പോൾ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ കാരണമാണ് വീട് വിട്ട് ഇറങ്ങിപ്പോയതെന്നും ഞാൻ കാരണമാണ് മദ്യപിച്ചതെന്നും ബാലചന്ദ്രൻ സാറിൻ്റെ മനസ്സ് വേദനിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നതൊക്കെ ഞാൻ കാരണക്കാരിയാണെന്നാണ് മാഡം പറഞ്ഞത്. അന്നേരം മുത്തശ്ശി പറഞ്ഞിട്ട്, അവളുടെ വാക്കൊന്നും നീ കാര്യമാക്കണ്ട, അവൾക്ക് തലക്ക് സുഖമില്ല മോളെ, ഈ കുടുംബം ആകെ കൈവിട്ടുപോയി, ഇനി ഈ കുടുംബം നേരെയാവണമെങ്കിൽ അവൾ വിചാരിക്കണം, അവളേതായാലും ഒട്ടും വിചാരിക്കാനൊന്നും പോകുന്നില്ല. ആകെ വിഷമത്തോടു കൂടെ അതൊക്കെ ചിന്തിച്ച് അവിടെ ഇങ്ങനെ കിടക്കുമായിരിക്കട്ടോ അലീന. പിന്നീട് കാണിക്കുന്നത് കമലയായിരിക്കും. കമല നേരെ മനുവിനെ വിളിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നതിന്, മനു നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയും. അപ്പോൾ എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, വൈജയല്ലേ അവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് ആൻറ്റി വീട്ടിൽ പോയി എന്ന് പറയാണ് മനു.
അതെ, അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് നീ എന്തിനാടാ അവിടെ ബാലചന്ദ്രനെ കാവലിരിക്കുന്നത്? അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് കമല ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട്, എടാ അവിടെ അവനെ നിർത്തണം, അവളെ വിളിച്ചിട്ട് അവളോട് അവിടെ നിൽക്കാൻ പറയണം. ഇനിയിപ്പോൾ അവൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവളുടെ തന്നെ മകനില്ല രോഹിത് അവിടെ നിന്നോളും. നീ എന്തിനാ അവിടെ ചെന്നിങ്ങനെ കാവല് നിൽക്കുന്നത്? അങ്കിളിന് രാത്രിയിൽ വല്ല ആവശ്യം വന്നാലോ, വല്ല ബ്ലഡ് വേണ്ടി വന്നാലോ, എന്തെങ്കിലും മരുന്നൊക്കെ വേണ്ടി വന്നാലോ, അതൊക്കെ അവരെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്തിനെ കമല പറഞ്ഞിട്ട്, പിന്നെ അവളെ കൊണ്ട് അതൊക്കെ പറ്റും. അവൾക്ക് വണ്ടി എടുത്തിട്ട് സ്വന്തം നടക്കാനുള്ള നല്ല തൻ്റെ ഇടമുണ്ടല്ലോ. എന്താ അമ്മക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മനു ദേഷ്യപ്പെട്ട് ചോദിക്കുന്ന സമയത്തിന് കമല ഒരു പുച്ഛത്തോടെ പറയുന്നുണ്ട്, എടാ ആ വീട്ടിൽ ആർക്ക് എന്ത് അസുഖം വന്നാലും, ബാലചന്ദ്രന് വന്നാലും, വൈജയന്തിക്ക് വന്നാലും എന്തിനു പറയുന്നു? അവിടുത്തെ വേലക്കാരിക്ക് വന്നാൽ പോലും നീയാണല്ലോ അവിടെ ബൈസ്റ്റാൻഡറായിട്ട് കൂടെ നിൽക്കുന്നത്. ഇതെന്തൊരു കഷ്ടമാണ് എടച്ചക്ക. നിനക്ക് ഈ വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങി ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ സുഖമായി ജീവിച്ചൂടെ? എടാ നീ അതിനൊക്കെ ഇവരെ കണ്ട് പഠിക്കടാന്ന് പറയുന്ന സമയത്തിന് ആരെന്ന് ചോദിക്കുന്ന സമയത്തിന് ഹരീനെ എന്ന് പറയും. അന്നേരം തന്നെ കമല ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. കാരണം ഹരിയുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം തന്നെ മനു കമലക്ക് മുന്നിൽ വെളിപ്പെടുത്തി കൊടുത്തതല്ലേ. മനു പറയുന്നില്ല, ഞാൻ ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. അമ്മക്ക് അങ്കിളിന് സുഖമായോ എന്ന് ചോദിക്കാൻ തോന്നിയോ? അപ്പോൾ കമല പറഞ്ഞിട്ട് ചത്തിട്ടില്ലെന്ന് ഉറപ്പാണ്. എന്താ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാലും അമ്മ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ, ഇങ്ങനെയൊക്കെയല്ലേ അമ്മ പെരുമാറുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമല പറയുന്നുണ്ട്, എടാ എനിക്ക് എൻ്റെ മക്കൾ കഴിഞ്ഞിട്ടുള്ളവരുടെ മറ്റാരും, അല്ലാതെ വൈജയും അവളുടെ ഭർത്താവും അവളുടെ മക്കളും അവളുടെ വേലക്കാരിയൊന്നുമല്ലടാ എനിക്ക് പ്രധാനം. നീ ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് മനുവിനോട് ദേഷ്യപ്പെടും. മനുവിന് ദേഷ്യം വരട്ടോ കമലയുടെ വാക്ക് കേട്ടിട്ട്. എനിക്ക് ഏതായാലും കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ദേഷ്യപ്പെട്ട് മനു ഫോൺ കട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് അലീന ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന സമയത്തായിരിക്കട്ടെ ബബിത ആരോമായിട്ട് ഇങ്ങനെ ബോയ്ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അലീന കേൾക്കാനിട വരുന്നത്. അവർ രണ്ടുപേരും ഫോണിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അലീനക്ക് വല്ലാതാവും. അലീന അതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. ആ പയ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തൂക്കുപാലത്തോടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന സമയത്തിന് ബബിത ചോദിക്കുന്നത്, എടാ നീ പോയപ്പോൾ എന്നെ കൂടെ വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ ചോദിക്കുന്നത്, വിളിച്ചിട്ട് എന്താ കാര്യം? നീ എൻ്റെ കൂടെ വരൂ, എത്ര നാളായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു, നിന്നോട് ക്ലാസ് കട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ ഒന്ന് വരാൻ. ബബിത പറഞ്ഞിട്ട്, അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നും എനിക്ക് വരാൻ കഴിയൂലടാ. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാൽ ബബിത ബാലചന്ദ്രൻ ആക്സിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് മമ്മിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരും. അതോടുകൂടെ എൻ്റെ പണി കഴിയും. നിനക്കറിഞ്ഞൂടെ എൻ്റെ അമ്മയെ? വീണ്ടും ആ പയ്യൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. വെറും 1 മണിക്കൂറത്തേക്ക് ഈ പാലയിൽ മാത്രം, അതും 3 പ്ലേസിൽ പോകുമ്പോഴേക്കും നമ്മുടെ കണ്ണിൽ കുളിർമയേകാൻ നീ ഒന്ന് വാടി. എത്ര നാളായി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? ഈ ഒരു ഫോണുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്, ഒന്നും എവിടെയും ചെന്ന് അവസാനിച്ചിട്ടില്ല. അന്നേരം ബബിത പറഞ്ഞിരുന്നു, ഇങ്ങനെ ധൃതി പിടിക്കാത്തതാ, എല്ലാത്തിനും സമയമുണ്ട് എന്ന് പറയുന്ന സമയത്തിന് അവൻ ചോദിക്കുന്നത്, എന്ത് സമയം? ഈ ഫോണിലൂടെ തരുന്ന ഉമ്മ മാത്രം, അത്രയല്ലേ ഉള്ളൂ. അന്നേരം ബബിത പറയുന്നുണ്ട്, എനിക്കതൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തിന് എവിടെ കിട്ടുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ കണ്ണ്, മൂക്ക്, വായ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നാൽ ഇവരുടെ ഈ ഒരു സംസാരമെല്ലാം തന്നെ അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അലീനക്ക് കൃഷ്ണമോള് പറഞ്ഞ ചെറിയൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബബിത ശരിക്കും കൈവിട്ടു പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അലീന തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ബബിതയെ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിൽക്കുന്ന അലീനയും കാണിച്ചുകൊണ്ട് കണ്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കൃഷ്ണമോൾ ഏതായാലും ബാലചന്ദ്രനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് സംസാരിച്ചു നിൽക്കുന്ന സമയത്തിനെ പറഞ്ഞിട്ട്, അച്ഛ അമ്മ വന്നിട്ടുണ്ട് അച്ഛനെ കാണാൻ എന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രന് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ കിടക്കില്ല, ഞാനിവിടെ നിന്ന് പോകുമെന്നൊക്കെ പറഞ്ഞ് ശരീരത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു സാധനങ്ങളെല്ലാം അതിനെ വരച്ച് പറിച്ചങ്ങ് ഇടുന്ന സമയത്തിന് കൃഷ്ണമോൾ പറഞ്ഞിട്ട്, അയ്യോ അച്ഛ അങ്ങനെയൊന്നും ചെയ്യില്ലേ, ഇല്ല അമ്മ വരില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കും. ബാലചന്ദ്രനെ ഏതായാലും കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറ്റാത്തത് കൊണ്ട് തന്നെ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണെന്ന് മാത്രമല്ല, ആ ദേഷ്യം മുഴുവൻ വൈജയന്തി പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം തീർക്കുന്നത് അലീനയോടായിരിക്കും. അലീനയെ കണ്ട ഉടനെ തന്നെ വൈജയന്തിക്ക് ദേഷ്യം ഇങ്ങനെ അരിച്ചു കയറട്ടോ. അലീന മുറ്റമടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വൈജയന്തി അങ്ങോട്ട് പോയിട്ട് പറയുന്നുണ്ട്, എടി ഏതോ ഒരു സ്ത്രീ പിഴച്ച് പ്രസവിച്ച് അനാഥാലയത്തിൽ കൊണ്ടുപോയാക്കി അവിടെ വളർന്ന നിന്റെ സംസ്കാരമൊക്കെ എനിക്കറിയാമടി എന്ന് പറയും. അപ്പോഴേക്കും അലീന ഒരു അർത്ഥം വെച്ചതുപോലെ തന്നെ വൈജയന്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, ഓ അപ്പോൾ പിഴച്ച് പ്രസവിക്കുന്നത് സംസ്കാരമില്ലായ്മയാണെന്നുള്ള കാര്യം മാഡത്തിന് അറിയാമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തിക്ക് പെട്ടെന്നൊരു ഞെട്ടലായിരിക്കട്ടെ. വൈജയന്തി ചോദിക്കുന്നത്, എന്താണ് നീ അങ്ങനെ സംസാരിക്കുന്നത്? എന്തുദ്ദേശിച്ചിട്ടാണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞത്, എന്തുദ്ദേശിച്ചാണെങ്കിലും ഞാൻ പറഞ്ഞതിൽ അർത്ഥമുണ്ടല്ലോ. അതെ, പിഴച്ച് പ്രസവിച്ച ചരിത്രം ആർക്കൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി എന്നിങ്ങനെ അലീന ഒന്നും കൂടി ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്ന സമയത്തന്നെ വൈജയന്തി ആകെ ഇങ്ങനെ ഞെട്ടലോടെ കൂടെ തന്നെ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്തിന് ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തിനെ ഒന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ല, അകത്തേക്ക് കയറ്റാൻ പോലും ബാലചന്ദ്രൻ അനുവദിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ വൈജയന്തി ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കൃഷ്ണമോള് വിളിക്കുന്നത്. കൃഷ്ണമോള് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ ആരുടെ കൂടെ വരാനാടി എന്ന് ചോദിക്കുന്ന സമയത്തിന് കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് പിന്നെ അലീന ചേച്ചി ഉണ്ടല്ലോ ഇവിടെ, അലീന ചേച്ചിയുടെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജ പെട്ടെന്ന് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, അവളെ കൂട്ടിയിട്ടൊന്നും നീ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയും. വൈജയന്തിക്ക് ആകെ പേടിയാവട്ടോ. കാരണം കൃഷ്ണമോളെങ്ങാനും അലീനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാലചന്ദ്രൻ തന്നെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന കാര്യമെല്ലാം തന്നെ അലീന തിരിച്ചറിയല്ലോ. അങ്ങനെ അലീന ഒരിക്കലും ആ കാര്യം അറിയാതിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും കൃഷ്ണമോളോട് കൂടെ ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് വൈജയന്തി പറഞ്ഞത്. അങ്ങനെ വൈജയന്തി കാണാൻ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും പിന്നീട് മനുവിനോട് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ടേക്ക് എത്തിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. എനിക്കിപ്പോൾ തന്നെ അലീനയെ കാണാം, നീ ഇപ്പം തന്നെ അലീനയെ കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് മനുവിനെ കൊണ്ട് അലീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിപ്പിക്കും. ഇത് കാണുന്ന സമയത്തിന് വൈജയന്തിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം കുറേ നേരമായിട്ട് വൈജയന്തി എങ്ങനെയെങ്കിലും ബാലചന്ദ്രനെ ഒന്ന് കാണണമെന്നിങ്ങനെ ആശിച്ചു നിൽക്കുന്ന സമയത്തിന് തന്നെ കാണാനൊന്നും സമ്മതിക്കുന്നില്ല. എന്നാൽ വീട്ടുവേലക്കാരിയെ അലീനനെ കാണണമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വാശി പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവഗണിക്കുന്ന ആ ഒരു സീന് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ വിഷമത്തോട് നോക്കി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കല്ലേ.